അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം. ഇനി എൻ്റെ മാത്രം എൻ്റെ മാത്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ. എന്താ ഇത്? ഡയമണ്ടാ. ഡയമണ്ടോ? ഇതൊക്കെ വാങ്ങിക്കാൻ തന്നെ എവിടുന്ന കാശ്? താനെന്തിനാ അതൊക്കെ അറിയുന്നേ? കാശൊക്കെ കിട്ടി. താൻ ഹാപ്പി അല്ലേ? അത് പറ. നേര് പറയടാ, ഇത്രയും കാശ് തനിക്ക് എവിടുന്നാ? പറഞ്ഞില്ലേ, ഞാൻ ഒരു ഫ്രണ്ടിന് കടം വാങ്ങിയതാ. ഏത് ഫ്രണ്ട്? ഇത്രയും കാശ് തരാൻ ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ടാ തനിക്കുള്ളത്? എൻ്റെ ഏതൊക്കെ ഫ്രണ്ട്സിന് തനിക്കറിയാം? ഞാനല്ലാതെ തനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ടെന്ന് തന്നെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. തനിക്ക് തോന്നുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ. ഓ, അപ്പൊ ഞാനറിയാത്ത പലതും തനിക്കുണ്ടല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. ഈ ഗിഫ്റ്റ് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മാറ്റി വാങ്ങിക്കോളാം. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇത്ര വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങാൻ മാത്രം എന്റെ ഭർത്താവിന്റെ കയ്യിൽ എവിടുന്ന കാശെന്ന് ഞാൻ ചോദിച്ചു. അതിന് കൃത്യമായ മറുപടി പറയാതെ എനിക്ക് ഈ ഗിഫ്റ്റ് വേണ്ട. എന്റെ ഗിഫ്റ്റ് വേണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോലെ. അതിന് താങ്കൾ എങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? ഇല്ലാത്ത പ്രശ്നമല്ലല്ലോ, ഇതുള്ള പ്രശ്നമല്ലേ? ഇനി തന്നെ വേണ്ട, താനിത് തന്നെ. ഞാനേ ഇത് വാങ്ങിയ കട തന്നെ തിരിച്ചു കൊടുത്തോളാം. ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ പോലെ. വേണ്ട, കൊണ്ടുപോണ്ട. എന്റെ കടമ കൊണ്ട് ഞാൻ ചോദിച്ചു. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഇനി ചോദിക്കട്ടെ പോരെ. കുളിരുന്നുണ്ടേ തീനാളം. അനുരാഗത്തിൻ വരമായി വന്നൊരു മനമേ നീ പ്രേമാർദ്രം.